മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും ഒട്ടില്ല താനും. അങ്ങനെ കാത്തുകാത്തിരുന്ന ഒരു പൊന്നോണം വരവായില്ലേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അമ്മ എവിടെയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നേരത്തെ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാതെ വന്നിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഓണം മറ്റേറിലൊന്നും വരാത്തത്. അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല അടിപൊളി ഡ്രസ്സപ്പൊക്കെ ആയിട്ട് വന്നു നിന്നിട്ട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഉടനീളം അമ്മ ഉണ്ടാവും കേട്ടോ, അത് നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല. അമ്മ എന്തായാലും വീഡിയോയിൽ ഉടനീളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എവിടം വരെ ആയി നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ? നിർഭാഗ്യവശാൽ നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ വലിയ വലിയ സെലിബ്രേഷനിലേക്കൊന്നും പോകാൻ പറ്റാറില്ല. സാധാരണ പൂക്കള മത്സരങ്ങൾ ഓഫീസുകളിൽ കോളേജുകളിലൊക്കെ നടത്തും, ഓണപ്പാട്ടുകൾ, പുലികളി അതൊക്കെ നടത്താറുണ്ട്. നമുക്ക് എന്തോ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം 2 വർഷമായിട്ട് നമുക്ക് മിസ്സായിട്ടിരിക്കുകയാണ്. അതുപോലെ ഒത്തിരി പേര് വിഷമതകളും ആദികളും വ്യാധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലേ. പക്ഷേ നമുക്ക് ഓണം എന്നുള്ളൊരു ഫെസ്റ്റിവലിനെ നമ്മൾക്ക് വരവേൽക്കുകയും വേണം. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളോ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഓണത്തെ നമുക്ക് വരവേറ്റ് നല്ലൊരു ഐശ്വര്യ സമൃദ്ധിക്കായി നല്ലൊരു നാളേക്കായി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവരുടെയും വേഗം തന്നെ മാറി, വിഷമങ്ങളും വ്യാധികളും ഒക്കെ മാറി നല്ലൊരു നാളെ എത്രയും വേഗം ഉണ്ടാകാനായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതുപോലെ ഓണാഘോഷങ്ങൾ വീട്ടിലിരുന്ന് ഉള്ളത് കൊണ്ട് വളരെ സേഫായിട്ടും വളരെ കരുതലോടുകൂടി വേണം മാത്രം ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. വളരെ സേഫായിരിക്കണം, വളരെ ഹൈജീനിക് ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഹാപ്പി ആൻഡ് സേഫസ്റ്റ് ഓണം നേരുന്നു. ഒപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം ഇനി നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാം. അമ്മ അവിടെ ഓൾറെഡി പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേഗം അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. വേഗം. ഹലോ, അപ്പം നമുക്ക് ഉച്ചയായി കഴിഞ്ഞപ്പോൾ സദ്യ ഇവിടെ റെഡിയായി തുടങ്ങി. അല്ല, സദ്യയുടെ കറികളൊക്കെ ഓൾറെഡി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതാണ് ഈ വലയിട്ടൊക്കെ മൂടി വെച്ചിരിക്കുന്നത്. കൊച്ചു സിമ്പിൾ സദ്യയാണ്. അപ്പോൾ സദ്യയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഉടനെ തന്നെ കടക്കാം. എല്ലാവരും ഊണൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അമ്മ പുറത്തേക്ക് ഇറങ്ങി പോയെന്ന് തോന്നും. നോക്കാം. അപ്പം നമുക്കിനി സദ്യയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അമ്മ ഇവിടെ കറികളൊക്കെ റെഡി ആക്കിയില്ല. ഓ, എനിക്ക് വയ്യ, എന്തൊക്കെ കറികളാ. പുളി ഇഞ്ചി ഇവിടെ മത്തങ്ങ എരിശ്ശേരി, കൂട്ടുതോരൻ, പാവയ്ക്ക കിച്ചടി. ഇവിടെയാണ് നമ്മുടെ ഫൈനൽ സാധനം. സാമ്പാർ. ഞാൻ വിചാരിച്ച പായസം. നല്ല കിടിലൻ സാമ്പാറാണ്. സൂപ്പർ സാമ്പാർ, അടിപൊളി. ഇതിലെന്നാന്ന് അറിയാലോ? അത് പപ്പടം. 2 കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് പായസത്തിന്. പപ്പടം തണുക്കാതെ അടക്കി പപ്പടം റെഡിയായി. അതേ ഇരിക്കുന്നു. ശർക്കര വരട്ടി, കായ വറുത്തത്. ഇവിടെയാണ് ഫൈനൽ താരം ഇരിക്കുന്ന പായസം. ഞങ്ങൾ ഉണ്ടാക്കിയ പായസം അല്ല, റെസിഡൻസിയിൽ നിന്ന് 1 ലിറ്റർ പായസം എല്ലാ വീടുകളിലേക്കും ഇളക്കല്ലേ ഓണം പ്രമാണിച്ചുണ്ടായിരുന്ന. അപ്പൊ ആ പായസമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. വേറെ പായസം ഇന്ന് ഉണ്ടാക്കിയില്ല. നാളത്തേക്ക് അരിപ്പായസം ഉണ്ടാക്കണം എന്നോർത്തായിരിക്കണം. ഓണം 2-3 ദിവസം എന്തായാലും ഉണ്ടല്ലോ, അവിട്ടം ദിവസം. അതെ, കഴിക്കാൻ നേരത്തെ ഇളക്കാം കേട്ടോ. കാരണം അതിൻ്റെ അണ്ടിപ്പരിപ്പും പിന്നെ എള്ളും ഒക്കെ മൂപ്പിച്ചിട്ടേക്കണത് ഇളക്കി കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ ഇളക്കണ്ടെന്ന് പറയാം. കഴിക്കാൻ നേരത്തെ നമുക്ക് ഇലയിലേക്ക് എടുക്കുമ്പോൾ ഇളക്കിയെടുക്കാം. നേരം കാണിക്കാം. ദോ അമ്മ അവിടെ ഇല വെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല വെട്ടി നടക്കുകയാണ്. ഇല പിന്നെ അധികം വെട്ടാനില്ലല്ലോ, 3 ഇല വെട്ടിയാൽ മതി. അപ്പയുടെ വാഴത്തോപ്പിലാണ് നടക്കണേ. അപ്പടി പുല്ലാന്നാ പറയണേ. നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. ഫുൾ പുല്ലാണ്. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിലേ പണി കിട്ടും. വല്ല പാമ്പോ ചേമ്പോ ഉണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ. അമ്മ ഇല നോക്കുക. വലിയ ഇല വേണം അപ്പയ്ക്ക് കഴിക്കാൻ.
ഒരില കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇല കിട്ടി. ഓ ഇനി ഇല വേണമെന്ന് അമ്മ പറഞ്ഞേ. നല്ല ഒന്നാന്തരം ഫ്രഷ് ആയിട്ടുള്ള തൂശനില. ആ തൂശനില എന്ത് ഫ്രഷാന്ന് നോക്കിയേ. കഴുകിയില്ലേലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ കഴുകും, പൊടിയൊക്കെ ഉണ്ട്. എടുക്കുമ്പോൾ കാണിക്കാട്ടോ. എന്തെങ്കിലും സ്പൂൺ വേണമെങ്കിൽ ഇതിലേക്ക് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരുക്കങ്ങൾ. ചോറെടുത്തോണ്ട് വരാൻ അമ്മ ഓടി. നമ്മുടെ ഇന്നത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ അത്. കൊച്ചു സദ്യ, പക്ഷെ യമ്മി സദ്യ. സിമ്പിൾ സദ്യ, കൊച്ചു സദ്യ. വളരെ ഐറ്റംസ് രുചിയാണ്. അതെ 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 അതെ. നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വളരെ കുറവാണ്, പക്ഷെ ഉള്ളത് നല്ലതുമാണ്. പ്രത്യേകം. അമ്മയെല്ലാം വീണ്ടും വീണ്ടും തുടക്കുക. നനവുണ്ടെന്ന് കഴുകി തുടച്ചുകൊണ്ടിരുന്ന ചൂട് ചോറ് നമ്മൾ അപ്പോഴും വരാൻ പറ. വെണ്ണച്ചോറ് എല്ലാ ഇലയിലിട്ടു. ശർക്കര വരട്ടി, പപ്പടം, ചിപ്സ്. ഇനി കറികൾ ഓരോന്നായിട്ട് ഇടണം. അപ്പ വരാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പ എന്താ വരാത്ത ഇതുവരെ? നല്ല കളർഫുൾ കറിയും ചോറും എല്ലാം ഉണ്ട്. അതെ സാമ്പാർ വയ്ക്കാം. അടുത്തത് സാമ്പാർ. മൾട്ടിപ്പിൾ കളറാ. മൾട്ടി കളർ. അതെ, മൾട്ടി കളർ. ശരി. അത് ഊണിൻ്റെ കൂടെ എരിശ്ശേരി അത്ര. ഊണിൻ്റെ കൂടെ എരിശ്ശേരി, ഊണിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഐറ്റമാണ് എരിശ്ശേരി. അവിയലിന് പകരം ഇന്ന് കൂട്ടുതോരൻ ഉണ്ടാക്കിയേക്കണം. അപ്പ ഇപ്പോഴേ കഴിച്ചു തുടങ്ങിയോ? കറി ഇടട്ടെ. ഇത് കിച്ചടി, പാവയ്ക്ക കിച്ചടി. നല്ല സൂപ്പറാണ്. ഇനി പുളിയിഞ്ചി കോമ്പിനേഷൻ. അത് ഇട്ടില്ലായിരുന്നല്ലേ? അത് ഇതിനോട് ചേർത്തില്ല. ഇതായിരിക്കും അല്ലേ? കട്ട പുളിയിഞ്ചി നല്ലത്. നല്ല ടേസ്റ്റിയാണ്. കണ്ടാൽ തന്നെ. എടുക്കണ്ട. ഇതാണ് നമ്മുടെ ഓണസദ്യ. ഓണസദ്യ. അടിപൊളി അടിപൊളി. ഇതാണ് എൻ്റെ ഓണസദ്യ. അപ്പ ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ ഇപ്പൊ കഴിക്കാൻ വരും. എങ്ങനെയുണ്ട് ഓണസദ്യ? പപ്പടം, പഴം, പായസം. ഞാനിത്തവണ പപ്പടം പഴവും കൂട്ടിയാണ് പായസം കഴിക്കാൻ പോണത്. എല്ലാവരും കഴിക്കാനുണ്ട്. അമ്മയുടെ ഇട്ടില്ലല്ലോ. അമ്മയുടെ ഞാനിട്ട് തരാം. എനിക്ക് ആവശ്യമുള്ള അമ്മ വളരെ ലിമിറ്റഡാ. എനിക്ക് തൊട്ടും വേണ്ട. നല്ല ഓണസദ്യ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും കഴിക്കാൻ പോവാണ്. അമ്മ ഓൾമോസ്റ്റ് കറിയൊക്കെ എടുത്തു. അപ്പ കഴിച്ച് തീരാറായി. ചൂടാറാതെ കഴിക്കണല്ലോ. ഈ ഞാൻ കഴിക്കാൻ പോവാ. അപ്പം ഞാൻ സദ്യ കഴിക്കുകയാണ്. സദ്യയൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. ആദ്യം ഇച്ചിരി കിച്ചടി കൂട്ടുന്നു. പുളിയിഞ്ചി നല്ല ഗംഭീരം കേട്ടോ.
ഇച്ചിരി പുളിയിഞ്ചി എടുക്കുന്നു, ഇച്ചിരി കൂട്ടുകറി എടുക്കുന്നു, ഇച്ചിരി എരിശ്ശേരി, കൂട്ടുതോരൻ. ആ കൂട്ടുതോരൻ. കൂട്ടുകറി വേറെയാ, കടലയാക്കിയിട്ടുണ്ടാകും. ഇനി ഒരു പിടി അങ്ങ് പിടിക്കും. കൂട്ടത്തിൽ ലേശം സ്വപ്പം ചെറുതായിട്ട്. സൂപ്പർ. എങ്ങനെയുണ്ട് അമ്മ? സൂപ്പർ അല്ലേ? അപ്പൊ അവിടെ ഊണാൻ കഴിഞ്ഞിട്ട് പഴം ചെത്തുക. എന്തിനാന്ന് വെച്ചാൽ പായസവും പഴവും പപ്പടവും അത് ഇലയെ കഴിക്കണ നല്ലത്. ഇലയില് കഴിച്ചാലേ ചിലപ്പം ഊർന്നു വീഴും. അപ്പൊ സദ്യ കഴിക്കട്ടെ കേട്ടോ. അപ്പാസ് ഫേവറേറ്റ് പരിപ്പ് പഴം ഇനി ചേർത്തങ്ങ് മിക്സ് ചെയ്തൊരു അടി അടിക്കും. അതാണ് സദ്യയുടെ മെയിൻ ഹൈലൈറ്റ്. സിംഗിൾ പീസായിട്ട് എല്ലാം കിട്ടും ഇവിടെ, ഗ്ലാസും പ്ലേറ്റൊക്കെ. സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ അത്. പപ്പടം പഴം പായസം ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കണേ. പപ്പടം കൂടെ പൊടിച്ചിടണം. അമ്മ എനിക്ക് ഇന്ന് വിശദമായിട്ട് പപ്പടം പഴം പായസമാണ്. ഞങ്ങളുടെ പായസം 2 സ്പൂൺ മതി. അസോസിയേഷൻ വഴിയുള്ള പായസം മതി 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 മതി. നമ്മുടെ പായസം കാണിക്കാം കേട്ടോ. വിശദമായിട്ട് പഴം അങ്ങ് കൂട്ടും. എനിക്കിത് കൂട്ടി കുഴയ്ക്കാനൊന്നും ശാസ്ത്രീയമായ രീതിയൊന്നും അറിയില്ല. എനിക്ക് അറിയാവുന്ന പോലെ ചെയ്യും. ഇതങ്ങ് പൊടിക്കും. ആഹാ. എന്നിട്ടൊരു പിടി അങ്ങ് പിടിക്കും. എന്താ എൻ്റെ ഒരു രുചിന്നറിയോ? സൂപ്പറാ. അടിപൊളി കേട്ടോ പപ്പടം പഴം പായസം. അപ്പൊ ഞങ്ങള് സദ്യയൊക്കെ ഗംഭീരായിട്ട് ഉച്ചക്ക് കഴിച്ചു. ഗംഭീരം ഉള്ളത് കൊണ്ടങ്ങ് കഴിച്ചു. നല്ല രുചികരമായ സദ്യ ആയിരുന്നു. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഞാനൊരു ഉറക്കവും കഴിഞ്ഞത് കഴിഞ്ഞിട്ട് ഞങ്ങള് പുറത്തൊക്കെ പോയി ഒന്ന് കൃഷിയിടത്തിലൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ചു, ഇവള് കുളിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പൊ എല്ലാവരുടെയും സദ്യയൊക്കെ നന്നായിരുന്നല്ലോ അല്ലേ? പായസമൊക്കെ കഴിച്ച് എല്ലാരും റെസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ പറഞ്ഞോ, നമ്മുടെ അമ്മ എല്ലാവർക്കും ഓണാശംസകൾ തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. കുളി കഴിഞ്ഞപ്പോ പിന്നെ ഈ ഡ്രസ്സങ്ങ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. സാരിയൊന്നും ഉടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതിൽ ക്ഷമിക്കുക. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ എല്ലാവരുടെ വിഷമങ്ങളും എത്രയും വേഗം മാറാനായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ഒത്തൊരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. കൈ ഓർക്കാന്ന് പറഞ്ഞാൽ കൈ ടച്ച് ചെയ്യാന്നല്ല കേട്ടോ. നമുക്ക് ഒത്തൊരുമിച്ച് നിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മളെപ്പോഴും വാക്കുകൾ പറയുമ്പോ ശ്രദ്ധിക്കണേ. കോവിഡ് കാലമായതുകൊണ്ട് പല രീതിയിൽ ആൾക്കാർ മീനിങ് എടുക്കും. ഞങ്ങൾ ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.